ഗൈസ് നമ്മളെ സ്വന്തം മന്ത്രോൻ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എങ്ങോട്ടാ പോണേ? കൊച്ചിയിൽ പോയി ബെടക്കാവാൻ പോവുകയാണ് ഗൈസ്. ബെടക്കാവോ? ബെടക്കാവരുത്, ശ്രമിക്കാം. അതുപോലെ പോയിട്ട് ഓയിൽ റേക്കൊക്കെ പഠിച്ച് ഇനി ദുബായിലേക്ക് പറക്കാൻ പോവാണ്. ദുബായ് അളിയൻ റിച്ചാവോടെ നീ കഷണ്ടി ഒന്നും ആവരുതടാ. ട്രെയിൻ മിസ്സാവും, വണ്ടി എടുക്ക്. ട്രെയിൻ മിസ്സാവില്ല, എന്നെ കയറ്റിയിട്ടേ ഞാൻ വരത്തുള്ളൂ. സെറ്റല്ലടാ, വിളിക്കല്ലേ? കൊച്ചി പോയി വിളിക്കാം. അങ്ങനെ നമ്മൾ ചെക്കൻ ഇന്ന് കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ. കൊച്ചി പോയിട്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഡിപ്ലോമ എടുക്കാനാണ് പോകുന്നത്. പണ്ട് പട്ടാളത്തിലൊക്കെ ചേരണമെന്ന് പറഞ്ഞിരുന്ന ചെക്കനാണ്. ഇപ്പം കണ്ടില്ലേ മാറിയത്. ഇപ്പം ചെക്കൻ്റെ പൂതി എന്നുള്ളത് ദുബായ് പോകണമെന്നാണ്. നമ്മളൊക്കെ ദുബായിൻ്റെ പൂതി പോയിട്ട് പാസ്പോർട്ട് പോലും നമുക്കില്ല കേട്ടോ. ചിക്കൻ പോട്ടേന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് ആക്കി കൊടുക്കാനാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കറക്റ്റ് 1 മണിക്കൂർ മുമ്പുള്ളപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂറാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. അപ്പം ഇനി എത്തൂല എന്നുള്ളത് നോക്കി കാണട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എക്സാക്ട് ടൈമിൻ്റെ 7 മിനിറ്റ് മുമ്പ് എത്തിച്ച് ഡ്രൈവർ മുഹമ്മദ് ഫൈസ് കൃത്യനിഷ്ഠത പാലിച്ചിരിക്കുന്നു. ഗൈസ് നമ്മളെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചാട് എന്നാ ഗൈസ്. ഒടുക്കത്തെ വെയിറ്റാണ്. ഒരാവശ്യമില്ലാണ്ട് സോപ്പും സാബൂനൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. അടക്ക് എടുത്തോ, വേസ്റ്റ് ഉണ്ടെങ്കിൽ അന്നെ തന്നെ എടുത്ത് ഒഴിവാക്കും. ഗൈസ് കള്ള ടിക്കറ്റ് എടുക്കാൻ പോയാൽ നമ്മളെ സിനിക്കുട്ടൻ ടിക്കറ്റ് എടുത്ത് ആ ഒരു ദൗത്യം നശിപ്പിച്ചിരിക്കുകയാണ്. ഓ ടിക്കറ്റൊക്കെ കള്ളവണ്ടി കയറി പോകണടാ, എന്നാലേ ആൾക്കാർ രക്ഷപ്പെടും. ഉള്ള ദിവസനോ ഞാനൊക്കെ കള്ളവണ്ടി കയറിയിട്ടാണ് രക്ഷപ്പെട്ട്. വണ്ടി നിർത്താറി ആൾ കയറാണ്ട് കയറി. എടാ മുന്നിക്കാടാ ഗൈസ്. വണ്ടി നിർത്തുന്നില്ല ഗൈസ്. ശ്രദ്ധിക്കണം, മനസ്സിലല്ലേ? ശ്രദ്ധിക്കണം ഗൈസ്. നമ്മളെ ചെക്കൻ വണ്ടി കയറാൻ പോവാണ്. കൂട്ടാ രക്ഷപ്പെട്ട് വാടാ. പ്രതീക്ഷ വടയിക്കുന്ന വട ഒറ്റക്ക് പോയിട്ട് വാ. നമുക്ക് കയറിയാലോടാ, നമുക്ക് നന്നായാലോ. മുടയോ എന്നാ പോവാ. കോഴിക്കോട് എറണാകുളം കൂട്ടാ. ഫുള്ള് സീറ്റാ വണ്ടിയിൽ. എന്താ വണ്ടി ഞാൻ എന്ത് കയറി അങ്ങ് പോയാലോ? മൂടൊക്കെ ടൈമിന് വണ്ടി എടുക്കാറി ഗൈസ്. വണ്ടിയിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് പെയിന്റിന്ന് കീരിച്ചിട്ട് ബോസം കണ്ടാ ബോസം കണ്ടാ ട്രെയിൻ വരെ ട്രെയിന് മുന്നിൽ പറഞ്ഞാലോ. തോണിയിലോ അവിടെ വരെ പോവോ? വൈബ് എന്നാ കൂട്ടാ ഇവിടെ നിക്കടാ. നാട് അവൻ കള്ളവണ്ടി വരാ. ശ്രദ്ധിച്ചാളെ, ചെറിയ കുട്ടിയാ. വണ്ടി ഒന്ന് ഉണ്ടി കൊടുത്താ പോവില്ല. വണ്ടി ഉന്തി കൊടുക്ക് തള്ളി കൊടുക്ക്. പോട്ടെ കൂട്ടാ രക്ഷപ്പെട്ട് പാടാ ഗൈസ്. ചെക്കനൊക്കെ വിട്ട് നമുക്ക് ഇനി എന്ത് വൈപാടാ? നമുക്ക് നീ പറയണ്ട, നമ്മൾ പറയില്ല ഗൈസ്. നമ്മൾ പ്രവർത്തിച്ചു കാണിക്കും അല്ലേ? യൂട്യൂബ് ചെക്കൻ പഠിച്ചു വരികയാണ് ക്ലാസ്സിൽ. ഇംഗ്ലീഷ് 2 ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷ് പറയട്ടെ, പറഞ്ഞെടുക്ക് പറയൂട്ടെ. കളിക്കല വേണേ. ഡോണ്ട് പ്ലേ ഗൈസ്. പ്ലേ ഗൈസ്. ഗൈസ് നമ്മളെ ചെക്കൻ്റെ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായാ മതി. ഭാര്യക്കൂട്ടാ വിട്ടാലോ? ബീച്ച് പോയിക്കാലോ ഗൈസ്. ഇനി നമ്മൾ തിരിച്ചു പോവാണോ? എന്താ പരിപാടി? വൈബ് അടിക്കണ്ടോ? നമ്മളിപ്പോൾ പോകുന്നത് ഗൈസ്. നമ്മൾ ബീച്ചിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുൾ നമ്മൾ കളി അങ്ങ് അറേബ്യയിൽ. വണ്ടി വിട്ട് നേരെ വിട്ടാലോ? നേരെ വിട്ടോ, ബാക്ക് എടുത്തോ. വണ്ടി നേരെ ഇവിടെ നേരെ അങ്ങോട്ട് പാർക്ക് ചെയ്തോ, അങ്ങോട്ട് കയറ്റിക്കോ ഗൈസ്. ഇതെന്താണ്? നമ്മളെ സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സ് നമ്മൾ നിരോധിച്ചിരിക്കുന്നു ഗൈസ്. കടലകളിലൂടെ വരലലിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മളെ കോഴിക്കോട്. കടലമ്മ വിളിക്കണ കോഴിക്കോട്. എന്ത് വിളിക്കണടാ? എന്ത് കോഴിക്കോട്?
കടലമ്മ വിളിക്കണ കോഴിക്കോട്. പിന്നെന്തേനി കടലമ്മ മുത്തണ കട കോഴിക്കോട്. അങ്ങനെ അലുവ മനസ്സുള്ളത് ഈ കോഴിക്കോട്. അലുവ മനസ്സുണ്ടോ നമുക്ക്. ഗൈസ് ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കണോലും ബൈത്ത് എടുക്കണോലും. ഗൈസ് ഫുള്ള് വെള്ളമാണ് ഗൈസ്. ഫുൾ വാട്ടർ. വെള്ളമല്ല വെള്ളം. വള്ളം. വെള്ളം മീൻസ് നീയും മലപ്പുറത്ത് നല്ലടാ. ചാടിയാലോ ഇന്നത്തെ നമ്മളുടെ പരിപാടിയാണ്. കടലിൽ എത്ര തിരയുണ്ടെന്നുണ്ടുക. ഫസ്റ്റ് എണ്ണി തീരുന്നവർക്ക് എന്താ മനം? കടല. നമ്മെന്താ വെള്ളം കുടിച്ചാലോ? ഐശ്വര്യ. ലവ് വേണ്ട. ലവ് തേക്കും അല്ലേ? ലവ് വേണ്ട. ലവ് വിട്ടിട്ടുള്ള കളിയാണ് നമുക്ക് പോകാം. ഓ ഗ്യാസൊക്കെ വെച്ചിട്ട് പവറാക്കി എടുക്കുക. ഗൈസ് ഇവിടെ പെട്ടിക്കുട്ടികളുടെ കൂട്ടമാണ് ഗൈസ് അല്ലേ? കാക്ക ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വൈബാക്കുന്നു. എന്താ ഇത് പോക്കോ മാത്രടാ. ഈ സാധനം തിന്നാനുള്ള കുഴപ്പം എന്താ പറയുക? മണക്കും. ഗൈസ് ബാരിക്കുട്ടൻ്റെ വക കൈതച്ചക്കാണ് കൂട്ടാ. ജെ പിടിക്ക്, കയ്യെ പിടിക്ക്. നമുക്ക് അമ്മ ഒരു ഐശ്വര്യത്തെ കഴിക്കാം. പിന്നെന്താ കഴിക്കണേ? എന്നാ ഐശ്വര്യത്തിൽ പിന്നെ ആക്കാം. ഇന്നത്തെ മാങ്ങ എടുത്തോ. മാങ്ങ വേണ്ട. ആ ഫുള്ള് മാങ്ങ എടുത്തോ. ഫുള്ള് മാങ്ങ. ഗൈസ് കൈതച്ചക്ക ഇങ്ങനെ എടുത്തിട്ട് അച്ചാർ ഇങ്ങനെ തേച്ചിട്ട് തേക്കാൻ കണ്ട്. എന്താ കാക്കി അച്ചാർ നെയ്യേ. ആ ഭരണി കൊടുക്കാതെ ചിന്തിയടാ. കപ്പലൊടിക്കാനുള്ള വാട്ടർ കേട്ടോ ഗൈസ്. കൈതച്ചക്കാണ് ഗൈസ്. ഒരു ആവറേജ് സുഖം. ആ തണ്ടഭാഗം നോക്കട്ടെ. ഇനി അടുത്തതാണ് ഫുൾ മാങ്ങ. ഫുൾ മാംഗോ. അണ്ടില്ലാത്ത മാംഗോ എടുത്തോ. अचार नहीं है, अचार खत्म है, आएगा जल्दी आ जाओ। അങ്ങണ്ട് കേട്ടാ അങ്ങണ്ട് മറ്റേലും കൊള്ളാം അല്ലേ? അങ്ങനെ വീണ്ടും വേറെ ഫുൾ മാങ്ങ എടുത്തോ എടുത്തോ. ഗൈസ് ചെക്കന് തിരമാല കണ്ടപ്പോൾ ഫോട്ടോ എടുക്കണം. അതൊക്കെ സെറ്റ് സെറ്റ്. ഓ സീനാടാ സീന. ഗൈസ് ഇതാണ് ആകാശവാണി. ആകാശവാണി കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് അക്കീം കോട്ടായി. എന്തിന് ഗൈസ്? ഭാര്യവൻ പഠിത്തമാണ് ഗൈസ് പഠിക്കുന്നത് ഇംഗ്ലീഷ് അക്കാദമിയിൽ. സ്പീക്ക് ഈസി. ഇനി ഫുള്ളി ഇംഗ്ലീഷ് കളികൾ. സഹൃദരായ നാട്ടുകാര്, നാട്ടിലുള്ള വീട്ടുകാരെ, വീട്ടിലുള്ള കുട്ടികളെ ബാക്കി പറയും. ബാക്കി ഞാൻ തന്നെ പറയും ഗൈസ്. കിടന്നൂരു. ഇന്നത്തെ ലോട്ടറി, നാളത്തെ ലോട്ടറി, മറ്റന്നാളത്തെ ലോട്ടറി. നമുക്ക് കിട്ടുന്ന ലോട്ടറി, നിങ്ങൾക്ക് കിട്ടില്ല ലോട്ടറി, ആർക്കും കിട്ടില്ല ലോട്ടറി. ഗൈസ് ബീച്ച് വൈബ് ആണെങ്കിൽ കൺട്രി സ്റ്റോളി വൈബനെ അതിലേറെ വൈബ് നമ്മളാണ് ഗൈസ്. ഇവിടെ ഫുള്ള് പ്രതിമകളാണ് ഗൈസ്. ഇവിടെ ഒരു പ്രതിമ, അവിടെ ഒരു പ്രതിമ. എന്താ മീനിങ് എന്നുള്ളതൊക്കെ നമ്മൾ ആർട്ടിസ്റ്റിക്കൽ മൈൻഡിലൂടെ നമുക്ക് ഇതെന്തായിട്ട് തോന്നുന്നത്? ഇത് എന്നാൽ അത് വിട്, സിമ്പിളായിട്ട് നോക്കാം. ആ തോണി അവിടെ തോണിയുണ്ട് ഗൈസ്. ചെക്ക ആകാശമൊക്കെ ഫോട്ടോ എടുക്കുന്ന നോക്കിയാൽ അത്ര ഗുമ്മുണ്ടോ? ആ ഗുമ്മുണ്ടറാ ഗൈസ്. അവിടെ കണ്ട ആകാശമാണ് ഇവിടെ, പക്ഷെ ഇവിടെ കണ്ട ആകാശമല്ല ഇവിടെ. എന്താ? കാരണം ഇവിടെ ബാറുണ്ട് ഗൈസ്. മീനിങ് കണ്ടുപിടിക്കാൻ പറ്റിയ വേറൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ മീനിങ് എന്താ അറിയാമെങ്കിൽ? ഗോപുരോ? ഇത് ഗോപുരം എന്നല്ല, ഇത് വേറെ സംഭവമാണ് ഗൈസ്. ഇതിപ്പോൾ നമുക്കും മനസ്സിലാവില്ല, പക്ഷെ ഒരു സംഭവമാണിത്. പിന്നെ അവിടെ ഒരു സംഭവമുണ്ട്, അതൊരു സംഭവമാണ്. നമ്മളിങ്ങനെ കുത്തിരുന്നതിനെ ആലോചിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ബിസിയാണ് ഗൈസ് അല്ലേ? നമ്മൾ ബിസി അല്ലേ? നാളെ ഒന്ന് ആലോചിക്കാം ഗൈസ്. ഇതാണ് മാങ്കാവ്. എടുക്കണതാ ഇങ്ങനത്തെ ഒരു പേര് എടുക്കണം നമുക്ക്. എന്താ പറയണു? അതെ നോക്കി കണ്ടുപോരാം ഗൈസ്. അങ്ങനെ നമ്മളെ എനർജി പോയി. സർബത്ത് കുടിക്കാം. അത് മതി. അങ്ങനെ നമ്മളെന്തോ ഒരു കളർ സോഡ കുടിക്കാൻ പോവാണ്. ജീരക സോഡ കുടിക്കാൻ വേണം. ജീരക സോഡ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്
ഇതോടുകൂടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി രാത്രിയാവാനായി, ഇരുട്ടാവും. സോ വൈൻഡ് അപ്പ് ഗൈസ്. ഒരു ബൈ പറഞ്ഞോളാം. ബൈ ഗൈസ്.